Hi all, welcome to Competitive Cracker. ഞാൻ അഞ്ജിത. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് ഡി എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സ്ഥിരം ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ചു വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നമ്മുടെ എക്സാം ഇങ്ങനെ എത്താറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും അതിൻ്റെ ഒരു ഫൈനൽ ലാപ്പിലായിരിക്കും. ഈ ഒരു ടൈം നിങ്ങൾ എന്താണ് റിവിഷന് വേണ്ടി മാത്രം യൂട്ടിലൈസ് ചെയ്യുക. പുതിയ പുതിയ ടോപ്പിക്സിനെ നോക്കാനായിട്ട് പോവാതെ നിങ്ങളുടെ കയ്യിലുള്ള കോൺസെപ്റ്റ് ഇപ്പം സ്ട്രോങ് അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം മാക്സിമം വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ടൈമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റിവിഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സും കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഡക്ട് ദാറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ദി ഹാർട്ട് ആൻഡ് ട്രാൻസ്പോർട്ട് ബ്ലഡ് ടു വേരിയസ് ഓർഗൻസ് ഇൻ ദ ബോഡി? ഹാർട്ടിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ബോഡി പാർട്സിലേക്കും ബ്ലഡിനെ എത്തിക്കുന്ന ഡക്ട് ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് നോക്കിയാലോ. veins, blood cells leading to lungs, C artery, D pulmonary arteries. നോക്കിയേ, ഇത് RRB ഗ്രൂപ്പ് ഡി 5/11/2018 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഹാർട്ടിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത് എല്ലാ ബോഡി പാർട്സിലേക്കും എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ആയിരിക്കണം എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത്, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ഥിരമായി ഓക്സിജനേറ്റഡ് ബ്ലഡിനെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നവരെ നമ്മൾ എന്താ വിളിക്കുന്നത്? ആർട്ടറീസ് എന്നാണ് വിളിക്കുന്നത്, അല്ലെ? അതേപോലെ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്നവരെ പൊതുവെ നമ്മൾ എന്താ വിളിക്കുന്നത്? വെയിൻസ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഹാർട്ടിന്റെ കേസിൽ അവിടെ ഒരു എക്സെപ്ഷൻ നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളതാണ്. എന്താണ്? അവിടെ പൾമനറി ആർട്ടറി, അല്ലെ? പൾമനറി ആർട്ടറി ഇതെന്താ നമ്മൾ പറഞ്ഞത്? ഇത് നമ്മുടെ ഇംപ്യോർ ആയിട്ടുള്ള ബ്ലഡിനെ കൊണ്ടുപോകുന്ന ഒരേ ഒരു ആർട്ടറിയാണ്. അതായത് നമ്മുടെ ഹാർട്ടിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിലേക്ക് കൊണ്ടുപോകുന്നവരാണ് പൾമനറി ആർട്ടറി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇത് മാത്രം ഒരു എക്സെപ്ഷൻ ആണ്. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹാർട്ടിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത് വേരിയസ് ഓർഗൻസിലേക്ക് പോകുന്നു. അപ്പൊ തീർച്ചയായിട്ടും അത് പൾമനറി ആർട്ടറി ആവില്ല, അത് ലങ്സിലേക്കാണ് കൊണ്ടുപോകുന്നത്, അല്ലെ? പിന്നെ എന്താ, വെയിൻസ് വരുമോ? ഇല്ല. വെയിൻസ് എന്താണ്? ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുന്നവരാണ്. ഇനി ലങ്സിലേക്ക് കൊണ്ടുപോകുന്ന ബ്ലഡ് സെൽസ് തീർച്ചയായിട്ടും അല്ല. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ആർട്ടറീസ് ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ ഹാർട്ടിൽ നിന്നും ബ്ലഡിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ ആർട്ടറി ഏതാ? അയോർട്ടയാണ് ഏറ്റവും വലിയ ആർട്ടറി, ശരിയല്ലേ? ഏറ്റവും വലിയ ബ്ലഡ് വെസലും എന്ത് തന്നെയാണ്? അയോർട്ട തന്നെയാണ്, അല്ലെ? നമ്മൾ എന്ത് വിളിക്കും? അയോർട്ട എന്താ വിളിക്കുക? മഹാധമനി എന്ന് വിളിക്കും. മഹാധമനി എന്ന് വിളിക്കുന്നതിനെയാണ്, അല്ലെ? അയോർട്ടേനെയാണ് വിളിക്കുന്നത്. അതെന്താണ്? ലാർജസ്റ്റ് ആർട്ടറി ആണ്. ആർട്ടറി തന്നെയാണ് ശുദ്ധമായ രക്തം എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ റീസൺ ദാറ്റ് ലങ്സ് ഹാവ് ആൽവിയോളൈ? ലങ്സിൽ ആൽവിയോളൈ എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ ആവശ്യകത എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിക്കേ. ടു ഗിവ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ലങ്സ്, ടു പ്രൊവൈഡ് പമ്പിംഗ് ആക്ഷൻ ഫോർ ദ ലങ്സ്, ടു ഇൻക്രീസ് ദ വോളിയം ഓഫ് ദ ലങ്സ്, ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ. എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആൽവിയോളൈ എന്ന് പറയുന്ന ഭാഗം എന്താണ്? ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന ഭാഗമാണ്, അല്ലെ? ലങ്സിലെ ശ്വാസകോശത്തിലെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന ഭാഗമാണ് ആൽവിയോളൈ എന്ന് പറയുന്നത്. നമ്മുടെ നോസ്ട്രിൽസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നെയ്സൽ എന്താണ്? പാസേജ്, അല്ലെ? നെയ്സൽ കാവിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് കൂടി ഓക്സിജൻ കയറുന്നു. പിന്നെ എന്താണ്? നമ്മുടെ ഫാരിങ്സ്, അല്ലെ? ആ ഫാരിങ്സ് പിന്നീട് എന്താ? ബ്രോങ്കസ്, ബ്രോങ്കിയോൾസ്. ഈ ബ്രോങ്കിയോൾസ് വീണ്ടും കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ആവുന്നു. ആൻഡ് ഫൈനലി എന്താണ്? അത് ലാസ്റ്റ് ഒരു എന്താണ്? ബലൂൺ ഷേപ്ഡ് സ്ട്രക്ചർ ആയിട്ടുള്ള ആൽവിയോളൈ എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തുന്നു, അല്ലെ? നോസ്ട്രിൽസ്, നെയ്സൽ കാവിറ്റി, അവിടെ നിന്ന് ട്രക്കിയ, ബ്രോങ്കിയോൾസ്. പിന്നെ എന്താ? ബ്രോങ്കിയോൾസ് തന്നെ വീണ്ടും എന്താ? കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ആവുന്നു. ആൻഡ് ഫൈനലി ആൽവിയോളൈ എന്ന് പറയുന്ന വായുഅറ എന്ന് പറയുന്ന ഏറ്റവും ചെറിയ കമ്പാർട്ട്മെന്റ് ആണ്. ആ കമ്പാർട്ട്മെന്റിൽ വെച്ചിട്ട് ഈ പറയുന്ന ആൽവിയോളയിലെ ഓക്സിജൻ ബ്ലഡിലേക്ക് കയറുന്നു. ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ആൽവിയോളയിലേക്ക് കയറുന്നു. അത് നമ്മൾ എന്താണ്? എക്സ്പിരേഷൻ വഴി, എക്സേലേഷൻ വഴി പുറത്തേക്ക് വിടുന്നു.
വിടുന്നു അല്ലെ. അപ്പൊ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന ഭാഗം ആൽവിയോളയാണ്. ആൻഡ് അവിടെ എന്താ, ധാരാളം ബ്ലഡ് കാപ്പിലറീസിന്റെ സപ്ലൈ ഉണ്ട്. അതുകൊണ്ടാണ് ആ ഭാഗത്ത് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പൊ ആൽവിയോളയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? നമ്മുടെ ലങ്സിലെ സർഫസ് ഏരിയ വർദ്ധിപ്പിക്കുക, പ്രതല വിസ്തീർണം കൂട്ടുക എന്നുള്ളത് തന്നെയാണ് ആൽവിയോളയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ വിസ്തീർണമായി കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ ഡിഫ്യൂഷൻ നടക്കും അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ. ആൽവിയോളയുടെ പ്രധാന ധർമ്മം എന്താണ്? സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് 2022 നടന്നിട്ടുള്ള ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പൊ ആൽവിയോളൈ സംബന്ധമായ ധാരാളം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. നോക്കിക്കേ, വാട്ട് പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം പ്രിവെന്റ്സ് ദി എയർ പാസേജ് ഫ്രം കൊളാപ്സിങ്? അപ്പൊ നമ്മുടെ എയറിന്റെ പാത്വേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്? ട്രക്കിയയായി കാണിച്ചിരിക്കുന്നത്. ട്രക്കിയ. ഈ ട്രക്കിയയ്ക്ക് ചുറ്റും എന്താണ്? ഒരു റിംഗ്, ഒരു സി ഷേപ്ഡ് സ്ട്രക്ചർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ സി ഷേപ്ഡ് സ്ട്രക്ചർ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ട്രക്കിയയ്ക്ക് ഇങ്ങനെ നേരെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഇതിങ്ങനെ നേരെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ വഴി എയർ പാസേജ് പ്രോപ്പർ ആയിട്ട് സംഭവിക്കില്ല. ഇതെന്തായി പോവും? കൊളാപ്സ് ആയി പോവും അല്ലെ. അപ്പൊ അങ്ങനെ ആവാതെ ഇരിക്കാനായിട്ട് നമ്മുടെ റെസ്പിറേറ്ററി പാസേജിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് റിബ്സ് പറയുന്നുണ്ട്, റിംഗ്സ് ഓഫ് കാർട്ടിലേജ്. ഇതാണ് നമ്മുടെ ആൻസർ അല്ലെ. സി ഷേപ്ഡ് റിംഗ്സ് ഓഫ് കാർട്ടിലേജ് ആണ് നമ്മുടെ ആൻസർ ആയി വരുന്നത് അല്ലെ. ഓപ്ഷൻ ബി ആണ് ആൻസർ. സി സ്പൈൻ അല്ല, ഡി ട്രക്കി അല്ല. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, റിംഗ്സ് ഓഫ് കാർട്ടിലേജ്, എസ്പെഷ്യലി സി ഷേപ്ഡ് റിംഗ്സ് ഓഫ് കാർട്ടിലേജ്. ഓക്കെ, ഇതും 2022 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫോർ ഹൗ ലോങ് ഡസ് ദ സെൻസേഷൻ ഓഫ് സൗണ്ട് പെർസിസ്റ്റ് ഇൻ ദ ഹ്യൂമൻ ബ്രെയിൻ? ഹ്യൂമൻ ബ്രെയിനിൽ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അത് എത്ര നേരം നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കും, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ അതിന്റെ ഇഫക്റ്റ് ഉണ്ടാകും എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ അവിടെ ഓപ്ഷൻസ് 0.1 സെക്കൻഡ്, 0.001 സെക്കൻഡ്, 10 സെക്കൻഡ്, 0.2 സെക്കൻഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ കൃത്യമായി ഓർത്തിരിക്കുക, ഒരു സൗണ്ടിന്റെ സെൻസേഷൻ ബ്രെയിനിൽ എത്ര നേരം പെർസിസ്റ്റ് ചെയ്യും, തങ്ങി നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 0.1 സെക്കൻഡ് ആണ്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, 0.1 സെക്കൻഡ് ആണ്. 2018 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ട മറ്റൊന്നാണ് എന്ത്? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. എന്താണ്? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഇതെന്താണ്? നമ്മളൊരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഇഫക്റ്റ് എത്ര നേരം നമ്മുടെ ഐസിൽ പെർസിസ്റ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/16 ഓഫ് എ സെക്കൻഡ്, ഒരു സെക്കൻഡ്, അതായത് 16 സെക്കൻഡ്, 1/16 ഓഫ് എ സെക്കൻഡ്. ഇതിനെയാണ് നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ വീക്ഷണ സ്ഥിരത എന്ന് പറയും അല്ലെ. വീക്ഷണ സ്ഥിരത അതെന്താണ്? എത്രയാണ്? 1/16 ഓഫ് എ സെക്കൻഡ് ആണ്. ആൻഡ് ഇവിടെ ഒരു സൗണ്ടിന്റെ സെൻസേഷൻ ബ്രെയിനിൽ എത്ര നേരം നിൽക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.1 സെക്കൻഡ് ആണ്. 0.1 സെക്കൻഡ് ആണ്, ഓർത്തിരിക്കുക കേട്ടോ. യെസ്, അതാണ് അവിടെ ഓർക്കാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which is the smallest bone of the human body? ഹ്യൂമൻ ബോഡി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണെന്നാണ് ചോദ്യം അല്ലെ. അവിടെ ഓപ്ഷനകത്ത് ഹ്യൂമറസ്, ഫീമർ, മാലിയസ്, സ്റ്റേപ്പിസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്ഥിരം കേൾക്കുന്നതാണ് എന്ത്? ഫീമർ എന്ന് പറയുന്നത് എന്താ? ഏറ്റവും വലിയ അസ്ഥിയാണ്, ലാർജസ്റ്റ് ബോൺ ആണ് ഏത്? ഫീമർ എന്ന് പറയുന്നത് അല്ലെ. ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? അതും നിങ്ങൾ കേട്ടുള്ളതാണ്, സ്റ്റേപ്പിസ് ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി, സ്റ്റേപ്പിസ്. ഇത് ഏത് ഭാഗത്താ കാണുന്നത്? നമ്മുടെ ചെവിയിൽ കാണുന്നതാണ് അല്ലെ. മിഡിൽ ഇയർ അല്ലെങ്കിൽ മധ്യകർണം, മിഡിൽ ഇയർ അല്ലെങ്കിൽ മധ്യകർണം എന്ന് പറയുന്ന ഭാഗത്ത് കാണുന്നതാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്ന് പറയുന്ന 3 അസ്ഥികൾ കാണാം. ഇതിൽ സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് അല്ലെ. ഏറ്റവും ചെറിയ അസ്ഥി. അപ്പൊ ഇത് ഓർക്കുമ്പോൾ തന്നെ ഒപ്പം ഓർത്തിരിക്കേണ്ടതാണ് ഏറ്റവും ചെറിയ പേശി ഏത്? ഏറ്റവും ചെറിയ പേശി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സ്റ്റേപ്പിസുമായി ചേർന്ന് നിൽക്കുന്ന സ്റ്റെപ്പീഡിയസ് എന്നുള്ളതാണ് ഏറ്റവും ചെറിയ പേശി. ഓർത്തിരിക്കണേ, സ്മോളസ്റ്റ് മസിൽ ഏതാണ് ചോദിച്ചാൽ സ്റ്റെപ്പീഡിയസ് ആണ് ഏറ്റവും ചെറിയ
പേശി എന്ന് പറയുന്നത്. അത് സ്റ്റേപ്പിസ് എന്ന് പറയുന്ന അസ്ഥിയുമായി ചേർന്നിരിക്കുന്നതായതുകൊണ്ടാണ് അതിനെ സ്റ്റെപ്പീഡിയസ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ശരി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ ഈസ് സെക്രീറ്റഡ് ബൈ വിച്ച് ഗ്ലാൻഡ്? ഏത് ഗ്രന്ഥിയാണ് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻസ്: posterior lobe of pituitary, option B anterior lobe of pituitary, option C thyroid gland, and option D pancreas. ഏതാണ് ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്? ഏത് ഗ്രന്ഥിയാണ് ചോദിച്ചാൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്ന ഗ്രന്ഥി, നായക ഗ്രന്ഥി എന്ന് നമ്മൾ വിളിക്കുന്ന ഗ്രന്ഥി, അത് ഏതാണ്? അത് നമ്മുടെ പിറ്റ്യൂട്ടറി ആണ്. ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നമ്മൾ എന്താണ് നായക ഗ്രന്ഥി എന്ന് വിളിക്കുമെങ്കിലും ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയും കൺട്രോൾ ചെയ്യുന്ന മറ്റൊന്നുണ്ട്, അതേതാ? ഹൈപ്പോതലാമസ്. അപ്പൊ ഹൈപ്പോതലാമസിനെ നമുക്ക് എന്ത് വിളിക്കാം? മാസ്റ്റർ ഓഫ് മാസ്റ്റർ അല്ലെ, മാസ്റ്ററിന്റെ മാസ്റ്റർ എന്ന് വിളിക്കാൻ പറ്റുന്നത് ഏതിനെയാണ്? ഹൈപ്പോതലാമസിനെയാണ്. കാരണം ഹൈപ്പോതലാമസ് ആണ് ബാക്കിയുള്ള എല്ലാ എൻഡോക്രൈൻ ഗ്രന്ഥികളെയും കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഇവിടെ നമ്മുടെ ഉത്തരം എന്താ? ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ സി അല്ല ഡി അല്ല എന്ന് മനസ്സിലായി. അപ്പൊ എയിലും ബിയിലും ഏതാണ് എന്നാണ് പിന്നെ നമ്മുടെ കൺഫ്യൂഷൻ വരിക. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ആന്റീരിയർ പിറ്റ്യൂട്ടറി, മുൻവശത്തിനെ നമ്മൾ ആന്റീരിയർ എന്നും പിൻവശത്തിനെ നമ്മൾ പോസ്റ്റീരിയർ എന്നും വിളിക്കാം. അപ്പൊ ആന്റീരിയർ പിറ്റ്യൂട്ടറിയും ഉണ്ട്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയും ഉണ്ട്. ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ മറ്റൊരു പേരാണ് അഡിനോ ഹൈപ്പോഫൈസിസ്. ഓക്കെ, ആൻഡ് നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ മറ്റൊരു പേരാണ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. ഓക്കെ, ആന്റീരിയർ പിറ്റ്യൂട്ടറിയും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയും. ഇതിന്റെ ഏത് ഭാഗത്തു നിന്നാണ് ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിയിൽ നിന്നാണ്. എന്തിൽ നിന്നാണ്? ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിയിൽ നിന്നാണ്. ഓക്കെ, ആൻഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഉണ്ടാകുന്ന ഹോർമോണുകൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ADH എന്ന് പറയുന്ന ഹോർമോൺ. ഏതാത്? വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോൺ. അതേപോലെ തന്നെ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഏതാണ്? വാസോപ്രസിനും ഓക്സിറ്റോസിനും എവിടെ നിന്നാണ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നാണ് അത് പുറത്തേക്ക് വരുന്നത്. പക്ഷെ ഇത് രണ്ടും ഉണ്ടാക്കുന്നത് ആരാ? ഇത് രണ്ടും ഉണ്ടാക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് എന്തുണ്ടാവുന്നത്? ഈ ADH വാസോപ്രസിനും ഓക്സിറ്റോസിനും ഉണ്ടാകുന്നത്. പിന്നീട് അത് ശേഖരിച്ചു വെക്കുന്ന ഭാഗമാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. അത് ശേഖരിച്ചു വെക്കുന്ന ഭാഗമാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ആൻഡ് അവിടെ നിന്നാണ് ഇത് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നാണ് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ ആണെങ്കിലും TSH ആണെങ്കിലും അല്ലെ, അങ്ങനെ എല്ലാ വിധത്തിലുള്ള ട്രോപ്പിക് ഹോർമോണുകളും ഉണ്ടാകുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്താ? ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാക്കുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: റൈസ് ഇൻ ഷുഗർ ലെവൽ ഇൻ ബ്ലഡ് ഇസ് ഡിറ്റക്റ്റഡ് ബൈ ദ സെൽസ് ഓഫ്. ബ്ലഡിലെ ഷുഗർ ലെവൽ കൂടുമ്പോൾ, വർദ്ധിക്കുമ്പോൾ അതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന സെല്ലുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: കിഡ്നിയിലെ സെല്ലുകളാണോ, പാൻക്രിയാസിലെ സെല്ലുകളാണോ, ഗോൾ ബ്ലാഡറിലെ സെല്ലുകളാണോ, ലിവർ സെല്ലുകളാണോ? നമ്മുടെ 2018 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതാ സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻസുലിനെ ബേസ് ചെയ്തിട്ട് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് കാണാം പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം. അപ്പൊ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് ബ്ലഡിലെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നത് എന്ന് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ് അല്ലെ. ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ആ ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്ന സെല്ലുകൾ ഏത് ഭാഗത്തെ സെല്ലുകളാ? പാൻക്രിയാസിലെ സെല്ലുകൾ അല്ലെ. ആഗ്നേയ ഗ്രന്ഥി എന്ന് നമ്മൾ വിളിക്കുന്ന പാൻക്രിയാസിലെ സെല്ലുകളാണ് എന്ത്? ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. പാൻക്രിയാസില് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം സെല്ലുകൾ കാണാം. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിൽ നിന്നും എന്താണ് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ഏതൊക്കെയാ? ബീറ്റ സെല്ലുകളുമുണ്ട്, ആൽഫ സെല്ലുകളുമുണ്ട്. ബീറ്റ സെല്ലുകളുമുണ്ട്, ആൽഫ സെല്ലുകളുമുണ്ട്. ഇതിലെ ബീറ്റ സെല്ലുകളാണ് എന്ത്? ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. ബീറ്റ സെല്ലുകളാണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. ആൽഫ സെല്ലുകളാണ് ഗ്ലൂക്കഗൺ സെക്രീറ്റ് ചെയ്യുന്നത്. ഇൻസുലിൻ എന്താ ചെയ്തത്? ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവലിനെ ഡിക്രീസ് ചെയ്യുന്നവരാണ് അല്ലെ. ആൻഡ് ഗ്ലൂക്കഗൺ എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസ് ലെവല്
കൂട്ടുന്നവരാണ് ഗ്ലൂക്കോഗൺ എന്ന് പറയുന്നത്. അങ്ങനെ ബ്ലഡിലെ ഗ്ലൂക്കോസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് എന്ത്, നമ്മുടെ പാൻക്രിയാസിലെ ഐലറ്റ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ സെല്ലുകളും ബീറ്റ സെല്ലുകളും. ഈ സെല്ലുകൾ എവിടെ നിന്നുള്ളതാ? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി അല്ലേ, പാൻക്രിയാസിലെ സെല്ലുകളാണ് ഈ ഗ്ലൂക്കോസ് ലെവലിനെ ഡിറ്റക്ട് ചെയ്യുന്ന സെല്ലുകൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസറിലേക്ക് എത്തി. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ദ എഗ് ഈസ് ക്യാരിഡ് ഫ്രം ദ ഓവറി ടു ദ വൂംബ് ത്രൂ. വൂംബ് എന്ന് വെച്ചാൽ എന്താ? യൂട്രസിനെയാണ് നമ്മൾ വൂംബ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓവറി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് എഗ് ഉണ്ടാവുന്നത്, അല്ലെ? സ്ത്രീകളിൽ അണ്ടം ഉണ്ടാകുന്നത് നമ്മുടെ അണ്ടാശയം ഓവറിയിൽ നിന്നാണ്. അവിടെ നിന്നും ഈ എഗ്ഗിനെ യൂട്രസിലേക്ക് അല്ലെങ്കിൽ വൂംബിലേക്ക്, ഗർഭപാത്രത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിയേ, ഓവിഡക്റ്റ്, യുറേറ്റർ, വാസ് ഡിഫറൻസ്, സെർവിക്സ്. ഇതിലേതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറി എന്ന് പറയുന്ന ഭാഗം. ഇതാണ് ഓവറി. ഇവിടെ നിന്ന് എഗ് ഉണ്ടാകുമ്പോൾ തന്നെ കണ്ടോ, വിരലുകൾ പോലെ നീണ്ടു നിൽക്കുന്ന ഈ എക്സ്റ്റൻഷനെ കണ്ടോ? ഇതിനെയാണ് ഫിംബ്രേ എന്ന് പറയും. ഫിംബ്രേ എന്ന് പറയുന്ന ഭാഗമായ എഗ്ഗിനെ എടുക്കും. എന്നിട്ട് അത് എന്താണ്, ഇതുവഴിയാണ് നേരെ ഈ ഭാഗത്താണ് നമ്മുടെ യൂട്രസ് ഉള്ളത്. ഈ യൂട്രസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ എന്താ വിളിക്കുന്നത്? ഇതിന് രണ്ട് പേരുകളുണ്ട്. ഒന്ന് ഫെലോപ്പിയൻ ട്യൂബ്. ഫെലോപ്പിയൻ ട്യൂബ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ എന്ത് വിളിക്കാം? ഓവിഡക്ട് എന്ന് വിളിക്കാം. ഓവിഡക്ട് എന്ന് വിളിക്കാം. ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്ട് വഴിയാണ് അത് വൂമ്പിലേക്ക് അല്ലെങ്കിൽ യൂട്രസിലേക്ക് എത്തുന്നത്. ആൻഡ് വേറൊരു കാര്യം കൂടി ഓർക്കുക, ഈ ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റിൽ വെച്ച് തന്നെയാണ് അത് സ്പേമുമായിട്ട് മീറ്റ് ചെയ്യുന്ന, ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഭാഗം, ബീജ സംയോഗം നടക്കുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചാലും അത് ഫെലോപ്പിയൻ ട്യൂബാണ് അല്ലെങ്കിൽ ഓവിഡക്റ്റ് ആണ്. മനസ്സിലായോ? അതായത് ഈ ഭാഗം വരെ എഗ്ഗ് വരുമ്പോഴത്തേക്കും അവിടെ നിന്ന് സ്പേം ഇവിടെ എത്തിയിരിക്കും. ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് ഇത് ഫ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഫെലോപ്പിയൻ ട്യൂബിനെ തന്നെ പല ഭാഗങ്ങളായിട്ട് തിരിച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാം, അല്ലെ? ഇൻഫണ്ടിബുലം, ഈ വി ഷേപ്പിലുള്ള ഭാഗം ഇൻഫണ്ടിബുലം, ഏറ്റവും കൂടുതലുള്ള ഭാഗം ആംപ്യുള, പിന്നെ എന്താണ്? ഇസ്തുമസ്. ഇൻഫണ്ടിബുലം, ആംപ്യുള, ഇസ്തുമസ് എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം. ഏറ്റവും കൂടുതലുള്ളത് ആംപുളയാണ്. ഈ ആംപുളയിൽ വെച്ച് തന്നെയാണ് ബീജ സംയോഗം നടക്കുന്നത്. ആംപുളയിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ ഏതാ? എഗ്ഗിനെ ഓവറിയിൽ നിന്നും യൂട്രസിലേക്ക് എത്തിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബാണ്. ആൻസറിലേക്ക് എത്തിയല്ലോ. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വൈറ്റമിൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഏത് റെയിൽവേ എക്സാമിനും സ്ഥിരം കണ്ടുവരുന്ന ഒരു ഭാഗമാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. വൈറ്റമിൻസും ഓരോ വൈറ്റമിനുകളുടെ പേരും ഓരോ വൈറ്റമിനുകളുടെ ഡെഫിഷ്യൻസി ഡിസീസുകളും കൃത്യമായി ഓർത്തിരിക്കണം. ഓക്കെ, ശരി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വിത്ത് റെഫറൻസ് ടു ഡെഫിഷ്യൻസി ഡിസീസ് റിക്കറ്റ്സ് ഇസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ്. ഡെഫിഷ്യൻസി ഡിസീസിന്റെ മേഖലയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. റിക്കറ്റ്സ് എന്ന് പറയുന്നത് ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നതാണ്? റിക്കറ്റ്സിനെ നമ്മൾ എന്താ വിളിക്കുക? കണ എന്ന് വിളിക്കുന്ന അസുഖം, അല്ലെ? ഇത് എന്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നതാണെന്നാണ് ചോദ്യം. വൈറ്റമിൻ സി ആണോ, ഇ ആണോ, ഡി ആണോ, B12 ആണോ? ഓക്കെ, നമ്മള് വൈറ്റമിൻസിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ADEK എല്ലാം എന്താണ്? ADEK ഫാറ്റിൽ ലയിക്കുന്നവരും ബിയും സിയും എന്താണ്? വെള്ളത്തിൽ ലയിക്കുന്നവരുമാണ്, ജലത്തിൽ ലയിക്കുന്നവരുമാണ്, അല്ലെ? നോക്കിക്കേ, ഇത് മൂന്നും എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നവരും. ഇതെന്താണ്? ഈ സിയും പിയും എന്താണ്? കൊഴുപ്പില് ലയിക്കാത്തവർ, അതായത് വെള്ളത്തിൽ ലയിക്കുന്നവരും. ഈ ഡി ഏത് കാറ്റഗറിയിൽ വരുന്നതാ? നമ്മുടെ ഫാറ്റ് സൊല്യൂബിളും ആണ്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ റിക്കറ്റ്സ് എന്ന് പറയുന്നത് ഏത് വൈറ്റമിനിന്റെ അഭാവം മൂലം ഉണ്ടാവുന്ന, സ്ഥിരം കേൾക്കുന്നതാണ്, വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. കാരണം നമ്മൾ എത്രമാത്രം കാൽഷ്യം കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും അത് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡിയുടെ പ്രസൻസ് വേണം. വൈറ്റമിൻ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ കാൽഷ്യം അബ്സോർപ്ഷൻ കുറയും എന്നാണ് പറയുന്നത്. സോ വൈറ്റമിൻ ഡി ഇല്ലാതെ വന്നാൽ എന്താണ്? കാൽഷ്യം അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലുകളെല്ലാം വീക്കായി പോവും. ആ ഒരു അവസ്ഥയാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൃത്യമായി ഓർത്തിരിക്കുക. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, വൈറ്റമിൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും വൈറ്റമിൻസിൽ നിന്ന് തന്നെയുള്ള
ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൊബാലമീൻ ഈസ് പ്രസന്റ് ഇൻ വിച്ച് വൈറ്റമിൻ? ഏത് വൈറ്റമിനിലാണ് കൊബാലമീൻ കണ്ടന്റ് കാണാൻ സാധിക്കുന്നത്? വൈറ്റമിൻ B12, B5, B3, B1. ഈ വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ഒരു വലിയൊരു ഗ്രൂപ്പാണ്. ബി കോംപ്ലക്സ് എന്ന് പറയുന്ന 8 വൈറ്റമിനുകളുടെ ഒരു ഗ്രൂപ്പാണ് വൈറ്റമിൻ ബി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഓരോ വൈറ്റമിനുകൾക്കും പേരുണ്ട്. B1 ആണെങ്കിൽ ഏതാണ്? തയാമിൻ എന്ന് പറയും. B2 ആണെങ്കിൽ ഏതാണ്? റൈബോഫ്ലാവിൻ എന്ന് പറയും അല്ലെ. B3 ആണെങ്കിൽ നിയാസിൻ എന്നാണ് കെമിക്കൽ നെയിം. ഇതെല്ലാം എന്താണ്? അവരുടെ രാസനാമം അല്ലെങ്കിൽ കെമിക്കൽ നെയിംസ് ആണ്. B3. അടുത്ത ഏതാ? B5 എന്താ? പാൻറ്റോതെനിക് ആസിഡ് എന്ന് പറയും. B6 പിരിഡോക്സിൻ എന്നാണ് വിളിക്കുന്നത്. ഇനി B7 ബയോട്ടിൻ. എന്താ വിളിക്കുക? ബയോട്ടിൻ എന്നാണ് വിളിക്കുന്നത്. ഇനി എന്താണ്? B9 ഉണ്ട്, ഫോളേറ്റ് എന്നാണ് വിളിക്കുന്നത്. ഫോളേറ്റ് എന്ന് വിളിക്കും. ആൻഡ് ഫൈനലി നമുക്ക് B12 ഉണ്ട്. അതെന്താ വിളിക്കുക? സയനോകൊബാലമീൻ എന്ന് വിളിക്കുന്നത് B12നെയാണ്. അപ്പൊ ഇത്രയും ബി കോംപ്ലക്സ് വൈറ്റമിനുകളും ആ വൈറ്റമിനുമായി ബന്ധപ്പെട്ട് വരുന്ന അവരുടെ കെമിക്കൽ നെയിംസും ഓർത്തിരിക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ ഏതാ? കൊബാലമീൻ വരുന്നത് ഏത് വൈറ്റമിൻ ആണ്? ഏത് വൈറ്റമിനുമായിട്ട് ബന്ധപ്പെട്ടതാ? വൈറ്റമിൻ B12ലാണ് നമ്മൾ പറഞ്ഞ പേര്. വൈറ്റമിൻ B12ലാണ് നമ്മൾ പറഞ്ഞ പേര് ഏതാണ്? സയനോകൊബാലമീൻ എന്ന് നമ്മൾ വിളിച്ചല്ലേ. അപ്പൊ ഇതെന്താണ്? കൊബാൾട്ടിന്റെ കണ്ടന്റ് ഉള്ള വൈറ്റമിൻ ആണ് സയനോകൊബാലമീൻ എന്ന് പറയുന്നത്. സോ അത് എവിടെയാ? വൈറ്റമിൻ B12 ആണ് കേട്ടോ. വൈറ്റമിൻ B12. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വെച്ചിരുന്നത്. വളരെ കുറച്ച് ടൈം മാത്രമേ നമുക്ക് ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ആ ഒരു എക്സാമിന് വേണ്ടിയുള്ളൂ. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ടൈം നിങ്ങളുടെ ആ ഒരു ഈ പറയുന്ന റിവിഷനെ കുറച്ചും കൂടി സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. CCയിൽ ഒരു ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 15 ദിവസം 45 മണിക്കൂർ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന 1000+ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലൈവ് ക്ലാസ്സിലൂടെ ലൈവായിട്ട് നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ എല്ലാ വിധത്തിലുള്ള ഡൗട്ടുകളും സോൾവ് ചെയ്തുകൊണ്ടുള്ള ലൈവ് ക്ലാസ്സുകളാണ്. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യിപ്പിക്കുക എന്നത് തന്നെയാണ് ഈ ഒരു ബാച്ചിന്റെ ഉദ്ദേശം. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങളെ കുറച്ചും കൂടി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ബൂസ്റ്റർ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മുടെ ഈ ബോർഡ് നമ്പറിലേക്ക് വിളിക്കുക. വളരെ കുറച്ച് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളുടെ സീറ്റ്സ് ബുക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ക്ലാസ്സസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്